ഹലോ മച്ചന്മാരെ, ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം. റെക്കോർഡ് തൂക്കിക്കൊണ്ട് ഭ്രമയുഗം മുന്നോട്ട് കുതിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലും അന്യദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷനും ഒപ്പം അഭിപ്രായവുമാണ്. ഇങ്ങനെ ഒരു സിനിമ സമീപകാലത്തെങ്ങും തന്നെ ഉണ്ടായിട്ടില്ല. രണ്ടും ഒരേപോലെ ജനങ്ങൾ സ്വീകരിക്കുന്ന, കണ്ടവരെല്ലാവരും ഒരേ ഒരു അഭിപ്രായം തന്നെയാണ്. വേറെ ഒന്നുമല്ല, അത് ഒരു കൾട്ട് ക്ലാസിക് മൂവി തന്നെയാണ്. അവരുടെ ഭാഷയിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇവിടെ പുതിയ തരംഗമായി മാറുന്നു ഭ്രമയുഗം എന്നത് പറയാം. തമിഴ്നാട്ടിലെ ഓൾ ടൈം മലയാളം ഗ്രോസറികളിൽ സിനിമ 5ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വലിയ താമസമില്ല, ഒരു ദിവസത്തിനുള്ളിൽ തീർച്ചയായും സിനിമ 4ാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെയുള്ള സിനിമകളിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒടിയനാണ്. ട്രാക്കേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇക്കാര്യങ്ങളെല്ലാം വരുന്നത്. 1,26,00,000 രൂപയാണ്. നേര് 1,28,00,000 രൂപ. കണ്ണൂർ സ്ക്വാഡ് 6ാം സ്ഥാനത്ത് 1,32,00,000 രൂപ. പ്രേമം എന്ന സിനിമ 4ാം സ്ഥാനത്ത് 2 കോടി ആണ് അതിന് കറക്റ്റായിട്ടുള്ളത്. ലൂസിഫർ 2,12,00,000 എന്ന് പറയുന്നു. ഹൃദയം 2,13,00,000. 2018 എന്ന സിനിമ 2,25,00,000 രൂപ എന്നാണ് പറയുന്നത്. ഇവിടെ ഭ്രമയുഗം എന്ന സിനിമ ഇന്നലെ വരെ നേടിയിരിക്കുന്നത് 1,60,00,000 രൂപയാണ്. അതായത് ഇന്നത്തെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് തീർച്ചയായും 1,70,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ്. അതായത് വരുന്ന ശനി ഞായർ കൊണ്ട് ഈ സിനിമ ഒരു പക്ഷേ 2018 എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇവിടെ മലയാളം വെർഷൻ മാത്രമല്ല ഓടുന്നത്, ഒപ്പം തമിഴും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം, നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൂടി ഇതിനകത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു തമിഴ് സിനിമ വരുമ്പോൾ 50 കോടിയും 60 കോടിയും ഒക്കെ സിമ്പിളായിട്ട് നേടിയിട്ട് പോകുന്നു. ഇവിടെ മലയാള സിനിമ മാറ്റി വെച്ചിട്ട് മുഴുവൻ സ്ക്രീനും കൊടുക്കുന്ന ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഡിസ്ട്രിബ്യൂട്ടറുടെ മികവ് അല്ലെങ്കിൽ മിടുക്ക് തന്നെയാണ് എന്നുള്ളതാണ്. സമീപകാലത്ത് കണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നല്ല നല്ല മലയാള സിനിമകൾക്ക് തിയേറ്റർ കൊടുക്കാതെ, അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ മലയാള സിനിമകളുടെ തിയേറ്റർ പോലും മാറ്റി വെച്ചിട്ട് ഏകദേശം 600-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. നമ്മളെല്ലാവരുടെയും ഫാൻസ് തന്നെയാണ് മലയാളികൾ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഫാൻഷിപ്പ് അവിടെയുള്ള തമിഴ്നാട്ടിലും മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാർക്കുമുണ്ട്, നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ സിനിമയ്ക്ക് ഇത്രയും എത്തുന്നത്. പക്ഷേ ഒരു കാര്യം, മലയാളികൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഈ മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല. അത് സത്യസമയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ തമിഴ് സിനിമകൾ മികവായതുകൊണ്ടോ അതിഗംഭീരമായതുകൊണ്ടോ മാത്രമല്ല ഈ രീതിയിലേക്ക് കേരളത്തിൽ തിയേറ്റർ കിട്ടുന്നത്. വേറെ ഒന്നുമല്ല, അങ്ങനെയുള്ള സിനിമകൾ കാണാൻ ആളുകളുണ്ട്. പക്ഷേ അവിടെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളുമൊക്കെ ഇവിടുത്തെ എടുക്കുന്ന ആളുകൾ ആണ് ഇത്രത്തോളം എത്തിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലേക്ക് എത്ര മികച്ച സിനിമ, എന്തിന് ഈ പറഞ്ഞ 2018 ഹൃദയം, ലൂസിഫർ, പ്രേമം, ഭ്രമയുഗം, കണ്ണൂർ സ്ക്വാഡ്, നേര്, ഒടിയൻ, ഈ പറഞ്ഞ സിനിമകളെല്ലാം നേടിയിരിക്കുന്നത് മാക്സിമം എത്രയെന്ന് നോക്കുക. 2.25 കോടിയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അതായത് ഒരു തമിഴ് സിനിമ ആവറേജ് ഓടുന്ന സിനിമ ഇവിടെ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ നേടുന്ന, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ നേടുന്ന കളക്ഷൻ. അതേപോലെ വിജയ് പോലെയുള്ള നടന്മാരുടെ സിനിമകൾ, രജനീകാന്ത് പോലെയുള്ള നടന്മാരുടെ സിനിമകളാണെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5-6 ഷോ, ഒരു ലെവലിലുള്ള ഷോ കഴിയുമ്പോൾ, അല്ലെങ്കിൽ മോർണിംഗോ അല്ലെങ്കിൽ ബാറ്റിംഗ് ഷോ കഴിയുമ്പോൾ വരെയുള്ള കളക്ഷനാണ് ഈ സിനിമ ഇവിടെ നിന്ന് നേടുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ മലയാള സിനിമയ്ക്ക് എന്തുകൊണ്ട് അവിടെ ഒരു മാർക്കറ്റ് കിട്ടുന്നത്. തെലുങ്ക് അങ്ങനെയല്ല, തെലുങ്കിൽ കുറേയും കൂടെ നമുക്ക് സപ്പോർട്ടുകൾ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സാധാരണ മലയാളികൾ ചിന്തിക്കണം, അവിടെ വരുമ്പോൾ നമ്മൾ ഭയങ്കര സോഷ്യലിസം പോലെ നിന്നിട്ട് കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. നമ്മളെല്ലാം സോഷ്യലാണ്, എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നു. പക്ഷേ നമ്മളെ മാത്രം ആരും ഏറ്റെടുക്കുന്നില്ല എന്നൊരു കാര്യം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ തമിഴ്നാട്ടിലും സിനിമ റെക്കോർഡ് തൂക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ